Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس اتقوا الله عباد الله أوصيكم وإياي بتقوى الله. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ബഹുമാന്യരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ വിധിവിലക്കുകൾ പാലിക്കുകയും നല്ല മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കുകയും ചെയ്യണം എന്നാദ്യം എന്നോടും നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ്. വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ച്, അതിൻ്റെ അടിസ്ഥാനപരമായ ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും ആലോചിക്കേണ്ട, വിചാരണ സ്വയം ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളാരും കള്ളുകുടിക്കുകയോ വ്യഭിചരിക്കുകയോ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും ജീവിക്കുകയോ ചെയ്യുന്നവരല്ല. നമ്മളെല്ലാവരും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നും 5 നേരം കൃത്യമായി നമസ്കരിക്കണമെന്നും അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഏത് വിധേനയും വിട്ടുനിൽക്കണം എന്നും വിചാരിക്കുകയും അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതേ നമ്മൾ നാളെ മഹശറയിൽ വരുമ്പോ കള്ളുകുടിയന്മാരുടെ കൂടെ, വ്യഭിചാരികളുടെ കൂടെ, താന്തോണികളുടെ കൂടെ, നമസ്കരിക്കാത്തവരുടെ കൂടെ നരകത്തിൽ വരാൻ എന്തെങ്കിലും കാരണമുണ്ടായിത്തീരുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? അങ്ങനെ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത്. സങ്കടകരമായ, വളരെ പരിതാപകരമായ ഒരു സംഗതിയാണത്. നമ്മൾ ദുനിയാവിൽ വെച്ച് മദ്യം നുകർന്നിട്ടില്ല, പക്ഷെ നമ്മൾ നാളെ കള്ളുകുടിയന്മാരുടെ കൂടെ നരകത്തിൽ വന്നാലോ, നമ്മൾ വ്യഭിചാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, എന്നാൽ നാളെ അതേ വ്യഭിചാരികളുടെ കൂടെ നമ്മൾ പരലോകത്ത് നരകത്തിൽ വന്നാലോ, നമ്മളാണെങ്കിൽ 5 നേരവും നമസ്കരിച്ചവരാണ്, എന്നാൽ നമസ്കരിക്കാത്തവരുടെ കൂടെയാണ് നമ്മൾ നരകത്തിൽ വരുന്നതെങ്കിലോ
ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതിന്റെ കാരണം എന്താണ്? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയതും പ്രവാചകൻ തന്റെ ശിഷ്യന്മാരെ, അനുചരന്മാരെ, വിശ്വാസികളെ, വരാനിരിക്കുന്ന മുസ്ലിം ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയതുമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാവാം പലപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങൾ പറയുകയും അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇന്നി അഖാഫു അലൈക്കും ശിർക്കുൽ അസ്ഗർ, നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യം, അത് പ്രവാചക തിരുമേനി പറഞ്ഞ വാക്ക് നമ്മൾ നോക്കണം. ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം ഗോപ്യമായ ശിർക്കാണ് എന്നാണ്. നമ്മൾക്ക് വലിയ ശിർക്കിനെ കുറിച്ച് നമ്മൾക്കറിയാം. ഏറ്റവും ഗുരുതരമായ, സ്വർഗം നിഷിദ്ധമാവുകയും നരകം ഫർളായി തീരുകയും ചെയ്യുന്ന ശിർക്കിനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും അറിയുന്നവരാണ്. തലമുറകളായി നമ്മൾ അതിനെക്കുറിച്ച് ജാഗരൂകരുമാണ് താനും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല താനും. നമ്മൾ ആരും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും ചെയ്യുകയോ അല്ലാഹു അല്ലാത്തവരെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുകയോ ചെയ്യുകയില്ലെന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലൗ ഖുത്തിൽത ഔ ഹുരിഖ്ത ലാ തുശ്രിക് ബില്ലാഹ്, നീ കൊല ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാലും നിന്നെ ചുട്ടുകൊല്ലുമെന്ന് പറഞ്ഞാലും നീ ശിർക്ക് ചെയ്യരുത് എന്നതിനെ കുറിച്ച് നമ്മളെല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ റസൂലുള്ള ഈ പറഞ്ഞ ശിർക്ക് പിന്നെ ഏതാണ്? അവിടുന്ന് തന്നെ അതിന് പേരിട്ടത് ശിർക്കുൽ അസ്ഗർ എന്നാണ്. ചെറിയ ശിർക്ക് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് ആ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം? അവിടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ സ്വയം തന്നെ ഒന്ന് ആലോചന നടത്തുകയും നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യേണ്ടത്. നമ്മൾ നമസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാകണം. നമ്മൾ സദഖ കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാകണം. നമ്മൾ നോമ്പെടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാകണം. ഒരു വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയാകണം. അതെങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി ആകുന്നു എന്ന് നമ്മളെ ഉറപ്പിക്കാൻ കഴിയുന്നത്? നമ്മൾക്ക് നമ്മളെ തന്നെ ആ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഉദാഹരണം നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഒരു യാത്രാസംഘം പോവുകയാണ്. ആ യാത്രാസംഘം പോകുന്നത് ഇവിടെ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ ഇസ്ലാമികമായി ജീവിക്കാൻ സാധിക്കാത്ത അവര് അതിന് സാധ്യമായ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും അവരുടെ കെട്ടുകളും മാറാപ്പുകളുമായി പോകുമ്പോ ആ കൂട്ടത്തിൽ 3 തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ സാധ്യമായിടത്തേക്ക്, അതിന് സാധ്യമാകുന്ന സ്ഥലത്തേക്ക് അള്ളാഹു പോകാൻ പറഞ്ഞതിന്റെ പേരിൽ പോവുകയാണ്. അതേ കൂട്ടത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം, ആ പോകുന്ന കൂട്ടത്തിൽ കൂടിയാൽ ആ സംഘത്തിൽ പോകുന്ന ചില സുന്ദരിമാരായ പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. ആ സുന്ദരിമാരായ സ്ത്രീകളെ അവിടെ ചെന്ന് എവിടെയാണോ എത്തിപ്പെടുന്നത് അവിടെ ചെന്ന് അവരോട് വിവാഹാഭ്യർത്ഥന നടത്തി അവരെ വിവാഹം ചെയ്ത് കഴിഞ്ഞുകൂടാം എന്ന് തീരുമാനിച്ചു കൂട്ടത്തിൽ കൂടിയ ആളുകൾ. അത് തിരിച്ച് ആണുങ്ങളെ കുറിച്ചും അങ്ങനെ വിചാരിച്ചു നോക്കണം. മൂന്നാമതൊരു ടീം പോകുന്നത് ഇവിടെ ഒരു കാര്യവും ക്ലച്ച് പിടിക്കുന്നില്ല, കച്ചവടം ശരിയാകുന്നില്ല, കൃഷി ലാഭകരമായി തീരുന്നില്ല, മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അയാൾ ജീവിക്കുന്നത്. എങ്കിൽ ഈ പോകുന്ന കൂട്ടത്തിൽ പോയാൽ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ദുനിയാവൊന്ന് വലുതാക്കി വികസിപ്പിച്ചെടുക്കാം എന്ന് തീരുമാനിച്ച അയാൾ ആ കൂട്ടത്തിൽ ചേരുന്നത് അതിനു വേണ്ടിയിട്ടാണ് ആ കൂട്ടത്തിൽ പോകുന്നത്. ഈ പോകുന്ന ആളുകളെ, മുകളിൽ നിന്ന് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. ആ മുകളിൽ നിന്ന് നോക്കുന്ന ആളുകൾ പറയും, ആ സാധുക്കൾ കണ്ടോ, അവർ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് എല്ലാവരും ആയിരക്കണക്കിന് ആളുകളാണ് പോകുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോ ഇവരൊക്കെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. വേർതിരിഞ്ഞ് 3 സംഘങ്ങളായിട്ടല്ല പോകുന്നത്, ഒരൊറ്റ ടീമായി പോവുകയാണ്. പക്ഷെ ആ ആളുകളിൽ 3 വിഭാഗങ്ങളുടെയും മനസ്ഥിതി എന്താണ്? അവരുടെ ഉള്ളടക്കം എന്താണ്? ആ ഉള്ളടക്കമാണ് റസൂൽ പറഞ്ഞത്.
പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുന്നവർ ആ കൂട്ടത്തിലുണ്ട്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ വെടിഞ്ഞു പോകുന്നവരല്ല. ആ കൂട്ടത്തിൽ ദുനിയാവുണ്ടാക്കാൻ പോകുന്നവരുണ്ട്. അവര് പടച്ചവന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നിടത്തേക്ക് നീങ്ങുകയല്ല. പക്ഷെ ആ കൂട്ടത്തിൽ അള്ളാഹുവിന് വേണ്ടി പോകുന്നവരാണ് റസൂലുള്ളാഹി പറഞ്ഞത്, കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, പടച്ചവന്റെ ദീന് ഉയർന്നതായി കാണണം, അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം, നാട് വിടേണ്ടി വന്നാൽ വിടണം എന്ന് തീരുമാനിച്ചു പോകുന്നത്. ഇത് അള്ളാഹുവിന് പോകുന്ന ആളുകളാണ്. രണ്ട് വിഭാഗം അള്ളാഹുവിന് വേണ്ടി പോകുന്നവരല്ല. ഇതെന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പറയാൻ കാരണം? ഇത് ആളുകളെ ബാധിച്ച മാരകമായ ഒരു വിപത്താണിത്. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആ ചെയ്യുന്ന കാര്യങ്ങൾ നാലാൾ അറിയണം എന്ന് എന്റെ മനസ്സ് എന്നോട് ഇങ്ങനെ പറയുന്നു, എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ചെയ്തത് ഞാനാണ് കേട്ടോ, അതിൽ ഇടപെട്ടത് ഞാനാണ് കേട്ടോ, അതിനുവേണ്ടി സംസാരിച്ചത് ഞാനാണ് കേട്ടോ എന്ന് ഞാൻ ചെയ്ത ഒരു നന്മ, അത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഏതെങ്കിലും ഒരു വിദ്യയും ഒരു തന്ത്രവും പ്രയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ അറിയണം ഞാൻ ആ ചെയ്ത നന്മ, അത് ചെറുതായാലും വലുതായാലും അതൊന്നറിഞ്ഞു കിട്ടിയാൽ എന്റെ മനസ്സിനൊരു സമാധാനമാണ്. അതറിഞ്ഞിട്ടില്ലെങ്കിലോ എവിടൊക്കെയോ എനിക്ക് എന്തൊക്കെയോ പാകപ്പഴകൾ വരുന്നുണ്ടോ എന്നൊരു തോന്നലാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം. നിങ്ങളൊക്കെ ഒരുപാട് വട്ടം കേട്ട റസൂലുള്ളാഹി പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ. ഇവിടെ വരുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ മുമ്പിൽ ശരീരം മുഴുവൻ മുറിവുകളുമായി ആ മുറിവുകളുമായി നിൽക്കുമ്പോ അയാളുടെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്നുണ്ട്. മഹ്ശറയിലാണ്, അള്ളാഹുവിന്റെ മുമ്പിലാണ്. അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇതെന്താണ് എന്നാണ്. അള്ളാഹുവിന് അറിയാഞ്ഞിട്ടല്ല, അയാൾ പറയാൻ പോകുന്നതാണ്. അയാൾ പറയുന്നത്, അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ യോദ്ധാവായി യുദ്ധക്കളത്തിൽ ഇറങ്ങിയ ആളാണ് ഞാൻ. ആ യുദ്ധക്കളത്തിൽ എനിക്കേറ്റ വെട്ടുകളും മുറിവുകളും പരിക്കുകളുമാണിത്. അപ്പോ ആ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായി വന്നയാളാണ് ഞാൻ. അപ്പൊ അള്ളാഹു അയാളോട് ചോദിക്കും, എന്തിനായിരുന്നു നീ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത്? അയാൾ പറയും, അള്ളാഹുവേ, നിന്റെ കലിമ ഉയർന്നു കാണാൻ ഇസ്ലാമിന്റെ ശത്രുക്കളോട് യുദ്ധക്കളത്തിൽ ഇറങ്ങി പടവെട്ടി ഇസ്ലാമിന് വേണ്ടി പോരടിച്ച പോരാളിയായി മരണപ്പെട്ടു വന്ന ഷഹീദാണ് ഞാൻ. അള്ളാഹുവിന്റെ വാക്ക്, കദബത, നീ കളവാണ് പറഞ്ഞത് എന്നാണ്. നീ കളവാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അള്ളാഹു അയാളോട് പറഞ്ഞു കൊടുക്കുന്നു, അതല്ല നീ യുദ്ധത്തിനിറങ്ങാൻ കാരണം. നിന്റെ മനസ്സിൽ അപ്പുറത്ത് നിന്റെ ഏതോ കാര്യത്തിലുള്ള എതിരാളിയുണ്ട്, അയാളോട് നിനക്ക് എന്തോ പകയുണ്ട്. രണ്ടാമത്തെ കാര്യം, നീ ഒരു യോദ്ധാവാണ്, ഞാനതൊന്ന് തെളിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി യുദ്ധക്കളത്തിൽ ഇറങ്ങിയവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഹമീയത്ത്, മറ്റൊരാളോടുള്ള ദേഷ്യവും അപ്പുറത്ത് അയാളാണ് നിൽക്കുന്നത് എന്ന വിദ്വേഷവും അയാളോടുള്ള പക തീർക്കാൻ അവസരം കിട്ടിയത് മുതലാക്കാനുള്ള സന്ദർഭവും ഒക്കെ ഒത്തുചേർന്നപ്പോ നീ ആ കൂട്ടത്തിൽ ഇറങ്ങിയതാണ്. എന്നിട്ട് നീ ധീരത കാണിച്ച് അതിൽ കൊല്ലപ്പെട്ടു വന്നവനാണ്. ആളുകൾ നിന്നെക്കുറിച്ച് പറയുന്നത് നീ ഒരു നല്ല യോദ്ധാവായിരുന്നു, ഷഹീദായി പോയി എന്നാണ്. വഖദ് ഖീല, അത് ദുനിയാവിൽ പറയപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ നിനക്കൊരു ഓഹരിയുമില്ല, നിന്റെ നീയത്ത് ശരിയായിരുന്നില്ല, അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറയും. പടച്ചവന്റെ മാർഗത്തിൽ യുദ്ധക്കളത്തിൽ ഇറങ്ങിയ ഒരാള് അള്ളാഹുവിന് നിഷേധിച്ച ശത്രുക്കളുടെ കൂട്ടത്തിലേക്ക് നരകത്തിൽ പോകുന്നു. രണ്ടാമത് വരുന്നത് പണ്ഡിതന്മാരാണ്. ഇവിടെ കൊണ്ടുവരുന്ന പണ്ഡിതരോട് അല്ലാഹു ചോദിക്കുന്നത്, നിനക്ക് ഞാൻ ഇൽമു നൽകിയിരുന്നു, ധാരാളം ഇൽമു നൽകിയിരുന്നു എന്നാണ് ഹദീസിൽ പറയുന്നത്, നീ അതെന്ത് ചെയ്തു? അയാൾ പറയുന്നത്, പടച്ചവനെ, ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവിടെ പ്രചരിപ്പിച്ചു, ഇവിടെ പ്രചരിപ്പിച്ചു, രാവും പകലുമില്ലാതെ നെട്ടോട്ടമോടുകയാണ് ഞാൻ എന്ന് പറയും പോലെ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു എന്റേത് എന്ന് അള്ളാഹുവിനോട് അയാൾ പറഞ്ഞു സമർപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു തആല ചോദിക്കും, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അയാൾ പറയും, അള്ളാഹുവേ, നിന്റെ ദീൻ പ്രചരിപ്പിക്കലായിരുന്നു. പടച്ചവൻ അയാളോട് പറയും, കദബത, നീ കളവാണ് പറഞ്ഞത്, ഞാനൊരു വലിയ ആലിമാണ് എന്ന് ആളുകൾക്കിടയിൽ അറിയാനാണ് നീ ആ നാട്യത്തരങ്ങളെല്ലാം കാണിച്ചത്. നീ എല്ലായിടത്തും ഓടിപ്പാഞ്ഞ് നടന്നത് അതിനു വേണ്ടിയാണ്. അല്ലാഹു പറഞ്ഞ വാക്ക് കേൾക്കുന്നുണ്ടോ? വഖദ് ഖീല, അത് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. നീ ഒരു വലിയ ആലിമാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ
അള്ളാഹുവിന്റെ മലക്കുകളോട് പറയുന്നത് അയാളെ കൊണ്ടുപോകൂ നരകത്തിലേക്ക് എന്നാണ്. ഖുർആൻ പഠിച്ച, ഖുർആനും ഹദീസും പഠിച്ച, അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു പണ്ഡിതൻ നമസ്കരിക്കാത്തവരുടെ കൂടെ നരകത്തിൽ പോകുന്നു, കള്ളുകുടിയന്മാരുടെ കൂട്ടത്തിലേക്ക് പോകുന്നു, വ്യഭിചാരികളുടെ കൂടെ നരകത്തിലേക്ക് പോകുന്നു. ആലോചിച്ചു നോക്കണം. മൂന്നാമനാരാണ്? ജവ്വാദ് എന്നാണ് ഹദീസിൽ പറഞ്ഞത്. ധാരാളമായി അള്ളാഹു അയാളോട് പറയുന്നത് ഇഷ്ടം പോലെ വാരിക്കോരി നിനക്ക് സമ്പത്ത് നൽകിയിരുന്നല്ലോ എന്നാണ്. എന്ത് ചെയ്തു എന്നാണ്. അയാൾ പറയും, പടച്ചവനെ ധാരകോരുകയായിരുന്നു എന്ന് പറയാറുണ്ട് നാടന്മാര്. എല്ലാ സ്ഥലത്തും കൊടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു, നിർലോഭം ചെലവഴിക്കുന്നു, എല്ലാവർക്കും വേണ്ടിയും ഞാൻ കൊടുത്തു പടച്ചവനെ. അപ്പോൾ അള്ളാഹുവിന്റെ ചോദ്യം, എന്തായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ്? അയാൾ പറയും, അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ തന്നെ നിന്റെ പ്രീതിക്ക് വേണ്ടിയും നിന്റെ തൃപ്തിക്ക് വേണ്ടിയുമാണ്. അപ്പോൾ അള്ളാഹു പറയും, വഖദ് ഖീല, അല്ല, നിന്നെ കുറിച്ച് ഞാനൊരു വലിയ ധർമ്മിഷ്ഠത, ജവ്വാദ് എന്നാണ് ഹദീസിൽ പറഞ്ഞത്, ധാരാളമായി ധർമ്മം ചെയ്യുന്നവനാണ് എന്ന ആളുകൾക്കിടയിൽ പേര് കിട്ടാൻ കൊടുത്തതാണ് നീ. അത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിനക്ക് യാതൊരു ഓഹരിയുമില്ല. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ മൂന്നാളുകൾ പോകുന്നത് കള്ളുകുടിയന്മാരുടെ കൂട്ടത്തിലേക്കാണ്, വ്യഭിചാരികളുടെ കൂട്ടത്തിലേക്കാണ്. ഇവരാരും ദുനിയാവിൽ കള്ളുകുടിച്ചിട്ടില്ല, ധർമ്മം ചെയ്തിട്ടുണ്ട്. ഇവരാരും വ്യഭിചരിച്ചിട്ടില്ല, ഖുർആനും ഹദീസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരാരും അന്യന്റെ ധനം കവർന്നെടുത്തിട്ടില്ല, യുദ്ധക്കളത്തിൽ ഷഹീദായിട്ടുണ്ട്. എന്നിട്ട് ആ ആളുകളാണ് നാളെ പരലോകത്ത് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്ത കുറ്റവാളികളുടെ കൂടെ നരകത്തിൽ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇപ്രകാരമാണ്. നമ്മളത് ശരിക്ക് കേൾക്കേണ്ടതുണ്ട്. റസൂൽ പറഞ്ഞു, ഇന്നി അഖാഫു അലൈക്കും ശിർക്കുൽ അസ്ഗറ വമാ യാ റസൂലല്ലാഹ്, നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന കാര്യം ഗോപ്യമായ ശിർക്കാണ് എന്ന് പറഞ്ഞല്ലോ. അതെന്താണ് എന്ന് റസൂലുള്ള പറയുന്നത് നോക്കുക. ഇദാ ജാസന്നാസ ബിഅമാലിഹിം ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാ. പരലോകത്ത് അവർ ഹാജരാക്കപ്പെടുമ്പോ അള്ളാഹുവിന്റെ ആജ്ഞ, അള്ളാഹു പറയുന്ന കാര്യം നോക്കുക. ജനങ്ങൾക്ക് വേണ്ടി അമൽ ചെയ്തവരെ, ജനങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടി, അവരുടെ നല്ല അഭിപ്രായം കിട്ടാൻ വേണ്ടി, അവർക്കിടയിൽ സമ്മതനായി തീരാൻ വേണ്ടി, അവർക്കിടയിൽ സൽപ്പേരുണ്ടാക്കാൻ വേണ്ടി അമലുകൾ ചെയ്ത ആളുകളെ, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ, ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി ദുനിയാവിൽ നിങ്ങൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തുവോ അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോവുക. ഫൻദുറൂ ഹൽ തുജ്സൗന ഇൻദഹും ജസാ, അവിടെ നിങ്ങൾക്ക് അവര് വല്ല പ്രതിഫലവും നൽകുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. റസൂലുള്ള പറഞ്ഞ മറ്റൊരു വാക്കുകൂടെയുണ്ട്, അല്ലാഹു അഗ്നാ അനി ശുറക്കാഇൽ യൗം, ഈ ദിവസം എല്ലാ തരത്തിലുള്ള പങ്കുചേർക്കലുകളിൽ നിന്നും, വലിയ ശിർക്കിൽ നിന്നും ചെറിയ ശിർക്കിൽ നിന്നുമെല്ലാം അള്ളാഹു ഉന്നതനാണ്. അതുകൊണ്ട് ഫൻദുറൂ ഉജൂറക്കും, നിങ്ങൾ നിങ്ങളുടെ പ്രതിഫലം അന്വേഷിച്ചു കൊള്ളുക. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അമൽ ചെയ്തവരെ എന്ന് അള്ളാഹുവിന്റെ വെളിയാളം പരലോകത്ത് വെച്ച് നടക്കുന്നു. എന്താണ് നമ്മൾ ഈ കേൾക്കുന്നത്? റസൂലുള്ള പറഞ്ഞ വാക്കാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ രൂപഭംഗി, നിങ്ങളുടെ ശരീരചാതുര്യം, ഇതൊന്നുമല്ല അല്ലാഹു തആല നോക്കുന്നത്. പടച്ചവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കുമാണ് എന്നാണ്. ആ ഹൃദയം എന്താണ് അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചത് പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസം ഖുർആൻ പറഞ്ഞതാണ്, അല്ലാഹു തആല പറഞ്ഞതാണിത്. ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെച്ച കാര്യം പുറത്തു കൊണ്ടുവരപ്പെടുന്ന ദിവസം ഞാനും നിങ്ങളും ചെയ്തു വെക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം പടച്ചവന് വേണ്ടിയാണ് എന്ന് എനിക്ക് 100% പറയാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് പരലോകത്ത് പ്രതിഫലമുണ്ടാവും. നമ്മൾക്ക് ഓരോ കാര്യത്തിനും പ്രതിഫലമുണ്ടാവും. 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉള്ളടക്കം, അതിന്റെ മനസ്ഥിതി വഴിമാറി പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമ്മൾക്ക് ഖുർആൻ പറഞ്ഞ വിധിയാണ് വരുന്നത്. ആമിലത്തുൻ നാസിബ, നൂറുകണക്കിന് വട്ടം ഓതുന്ന ആയത്താണിത്. ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ചു ക്ഷീണിക്കുകയും
ആ പ്രവർത്തനം കാരണം നാളെ നരകത്തിൽ പോവുകയും ചെയ്യുന്ന ആളുകൾ പുണ്യകർമ്മങ്ങൾ ചെയ്ത് നരകത്തിൽ പോവുക, അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത് നരകത്തിൽ പോവുക. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞ ഈ വാക്ക് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. മയ്യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ഈ ദുനിയാവാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവന് ഞാൻ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് വരും. തുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നീട് അയാൾക്ക് നാം നരകം വിധിച്ചിട്ടുണ്ട്. യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, നിന്ദ്യനായി നികൃഷ്ടനായി അവൻ ആ നരകത്തിലേക്ക് പോകും. അടുത്ത ആയത്ത് നോക്കുക. വമൻ നറാദൽ ആഖിറ, പരലോകത്തെ പ്രതിഫലമാണ് ഒരാൾ ആശിക്കുന്നതെങ്കിൽ, പടച്ചവന്റെ പ്രീതിയാണ് ഒരാൾ ആശിക്കുന്നതെങ്കിൽ, വസഅലഹാ സഅയഹാ, അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ, ഒരു വാക്കുകൂടെ അല്ലാഹു പറഞ്ഞു, വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായി ഈമാനുള്ളവനായി പരലോകത്തിന് വേണ്ടിയാണ് അവൻ അമൽ ചെയ്തതെങ്കിൽ, ഫകാന സഅയുഹും മഷ്കൂറാ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്ദിയോടുകൂടെ സ്വീകരിക്കുമെന്ന്. ആ പ്രവർത്തനങ്ങളാണ് എന്റെയും നിങ്ങളുടേതുമെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയാർക്കാണ്? നമ്മൾക്കാണ്. നമ്മുടെ മനസ്ഥിതി നന്നാക്കലാണ്. ഖുർആൻ ഈ പറഞ്ഞ ആയത്ത് നോക്കുക. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്, നാം നിങ്ങൾക്ക് സത്യസന്ധമായും നാമാണ് നിങ്ങൾക്ക് ആ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത്. ഫഅബ്ദുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. എങ്ങനെ? മുഖ്ലിസൻ ലഹുദ്ദീൻ, നിഷ്കളങ്കമായി സകലമാന കീഴ്വണക്കവും അല്ലാഹുവിന് നൽകിക്കൊണ്ട് പടച്ചവന് വേണ്ടി നിങ്ങൾ അമൽ ചെയ്യുക. അലാ ലില്ലാഹി ദീനുൽ ഖാലിസു, തീർച്ചയായും എല്ലാ വണക്കങ്ങളും എല്ലാ താഴ്മയും അല്ലാഹുവിന് നിഷ്കളങ്കമാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹു പറഞ്ഞതാണിത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, പടച്ചവന് വേണ്ടിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം പിശാച് നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നുണ്ട്. അവൻ നമ്മുടെ ഉദ്ദേശങ്ങളെ തെറ്റിക്കുന്നുണ്ട്, നമ്മുടെ സദുദ്ദേശങ്ങളെ പഴപ്പിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മുടെ അമലുകൾ മുഴുവൻ നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ ശിർക്കുൽ ഖഫിയാണ്. ഈ ശിർക്കുൽ ഖഫിയാണ്, ഗോപ്യമായ ആളുകൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി അമൽ ചെയ്യുന്ന ഒരവസ്ഥ. അത് ഞാൻ നിങ്ങളിൽ നിന്ന് ഭയപ്പെടുന്നു. അത് നമ്മളിൽ വരാതിരിക്കാൻ നാം ഓരോരുത്തരും സൂക്ഷിക്കുക. നാം ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് വിചാരണ നടത്തുക. റബ്ബേ, ഞാൻ ഇതെന്തിനാണ് ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് ഈ കാണിക്കുന്നത്? ഞാൻ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് എന്ന് എന്നോട് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകും, നമ്മുടെ നിയ്യത്ത് നന്നാകും, നമ്മുടെ ഉദ്ദേശം നന്നാകും. അമലുകൾ ചെയ്ത് നാളെ നരകത്തിൽ പോകേണ്ട ദുരവസ്ഥ, പരിതാപകരമായ അവസ്ഥ നമ്മൾക്ക് വരികയുമില്ല. ആ തരത്തിൽ നമ്മൾ ആലോചിക്കുക, നന്നായി പടച്ചവനെ പേടിച്ചു ജീവിക്കുക, നമ്മുടെ ഈമാൻ ശരിപ്പെടുത്തുക, റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടെ ഉപദേശിക്കുകയാണ്. 3 അടയാളങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരാള് അല്ലാഹുവിന് വേണ്ടിയാണോ അമൽ ചെയ്യുന്നത് എന്ന് സ്വയം മനസ്സിലാക്കാൻ 3 അടയാളങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ 3 അടയാളങ്ങൾ നമ്മൾ സ്വയം ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളും അന്യനെയോ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാനല്ല. ഞാൻ എന്റെ മൂത്താപ്പാനും എന്റെ വാപ്പാനും അയൽപ്പക്കക്കാരും കുടുംബക്കാരും നാട്ടുകാരെ കുറിച്ച് ആലോചിക്കാനല്ല, നമ്മൾ സ്വയം ആലോചിക്കാൻ. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തെയും പുകഴ്ത്തി പറയുകയും പ്രശംസിക്കുകയും ചെയ്യാൻ ഇഷ്ടപ്പെടും. നമ്പർ 1, നമ്മൾ ഏത് കാര്യം ചെയ്താലും അത് നന്നായി എന്ന് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുകയും അത് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. അതിനെ വിമർശിക്കുന്നത് നമ്മൾ വെറുക്കുകയും ചെയ്യും. ശരിക്കും നമ്മൾ ആലോചിക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്തോട്ടെ, ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു, ആ ചെയ്ത കാര്യത്തിന് പലരും നമ്മളെ അഭിനന്ദിച്ചു പറഞ്ഞു,
അതുകൊണ്ട് നമ്മളെ കൂലി നഷ്ടപ്പെടൂല. പക്ഷെ അഭിനന്ദിച്ചു പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമ്മളെ ആ വിഷയത്തിൽ വിമർശിക്കുന്നത്, അതിന്റെ കുറ്റങ്ങളും കുറവുകളും നമ്മളോട് പറയുന്നത്, പറയുന്ന ആളെയും നമ്മൾ വെറുക്കുന്നു, ആ പറയുന്ന സംഗതിയെയും നമ്മൾ വെറുക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾ ചെയ്ത പ്രവർത്തനം അള്ളാഹ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്നർത്ഥം. കാരണം ഒരാൾ പ്രശംസിച്ചതുകൊണ്ട്, നമ്മളെ അഭിനന്ദിച്ചതുകൊണ്ട് നമ്മളിങ്ങനെ ഉയർന്നു പോയിട്ട് നമ്മൾ ആകാശം മുട്ടേ വളരൂല. നമ്മളെ ഒരാള് നമ്മൾ ചെയ്ത പ്രവർത്തനം നമ്മൾ അള്ളാഹിനെ ഉദ്ദേശിച്ച് ചെയ്തതാണ്, നമുക്കറിയാലത്. എന്നിട്ട് അതിനെ ഒരാൾ ഇങ്ങനെ വിമർശിക്കുന്നു, കുറെ ആളുകൾ അതിനെ തരം താഴ്ത്തുന്നു, അവമതിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ പാതാളത്തേക്ക് താന്നു പോവില്ല, നമ്മളാ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. ഒരു നയാ പൈസന്റെ വേദന നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നൂല. എന്താ കാരണം? ഞാനത് അയാൾക്ക് വേണ്ടി ചെയ്തതല്ലല്ലോ. ഒരാൾ പ്രശംസിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ വളരൂല. കാരണം ഞാനത് അയാൾക്ക് വേണ്ടി ചെയ്തതല്ലല്ലോ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതല്ലേ. അള്ളാഹ് അത് സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ആ ഒരു മനസ്ഥിതി മാത്രമാണ് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവുക. ലക്ഷണം ഒന്നാണത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ പ്രശംസിച്ചാലും വിമർശിച്ചാലും ആ കാര്യം അതൊന്നും നമ്മൾ ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഏൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുള്ളത്, ഒറ്റക്കാകുമ്പോ അലസനും മടിയനും ഒരു നന്മയുള്ള കാര്യത്തിലും ഒരു താല്പര്യവും ഇല്ലാത്തവനും ആൾക്കൂട്ടത്തിനിടയിലാകുമ്പം അതിനുവേണ്ടി പരക്കം പാഞ്ഞു നടക്കുന്ന ആളുമാവുക എന്നതാണ്. ഒറ്റക്കാകുമ്പോ ഒരലസ മനസ്ഥിതി, അതിലൊന്നും താല്പര്യമില്ല. പക്ഷെ ആളുകൾ കാണുന്നിടത്താകുമ്പോ എല്ലാത്തിലും അയാൾ ഇങ്ങനെ എല്ലാത്തിലും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ആളുകൾ കാണുന്നിടത്താവുമ്പം ആളുകൾ ഇതിന്റെ പേരിൽ നമ്മൾ അഭിനന്ദിക്കും, പ്രശംസിക്കുമല്ലോ. ആളുകൾ കാണാത്തയിടത്ത് എന്താ അതിന്റെ കാര്യം? അതിലൊരു കാര്യമില്ല. സ്വകാര്യ ജീവിതത്തിൽ അയാള് ഒരു സൂക്ഷ്മതയും പാലിക്കുകയില്ല. ഇത് അവനവന്റെ കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും കാര്യമായി പറയണത് നമ്മൾ അങ്ങനെയാണോ എന്നുള്ളത് ആലോചിക്കാനാണ്. മൂന്നാമത്തെ കാര്യം, അതായത് നമ്മൾക്ക് അർഹതയില്ലാത്ത ഒരു പ്രശംസ കിട്ടുകയാണ്. ആ കിട്ടുന്നത് ഒരു നന്മ ഒരാൾ പറയാണ്, നിങ്ങളാ ചെയ്തതേ വളരെ നന്നായിട്ടോ, എനിക്ക് അതിന്റെ ഉപകാരം കിട്ടി, നിങ്ങൾ അതിൽ ഇടപെട്ടതുകൊണ്ട് അതിന്റെ മെച്ചം എനിക്ക് കിട്ടി, ആ പ്രശ്നമാണ് തീർന്നു കിട്ടി, സന്തോഷായിട്ടോ. ഞാൻ അതിൽ ഇടപെട്ടിട്ടുണ്ടാവില്ല, ഞാൻ അതിന് ഫോൺ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു വിഷയത്തിൽ ഞാൻ അതിൽ പങ്കുചേർന്നിട്ടുണ്ടാവില്ല. അയാൾക്ക് ആരോ പറഞ്ഞു കൊടുത്തത് ഞാനാണത് ചെയ്തത്, എന്നിട്ട് അയാൾ എന്നോട് വന്നിട്ട് അതിന്റെ സന്തോഷം നമ്മളൊക്കെ പറയലോ, അത് നന്നായി, സന്തോഷായി, അല്ലാഹ് നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്നൊക്കെ പറയുമ്പോ ഞാനതിങ്ങനെ കേട്ടിട്ട് ആര് എന്ത് ചെയ്തു, ശരി, അത് നന്നായി, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ, ഏതായാലും അത് നന്നായില്ലേ, സന്തോഷായി, ഏതായാലും നിങ്ങളെ കാര്യം തീർന്നിട്ടിയല്ലോ, ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് അനർഹമായ ഒരു പ്രശംസ വരികയാണ്, ഒരു അഭിവാദനം, ഒരു അഭിനന്ദനം വരികയാണ്. അതില്ല, ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല ചങ്ങായി, ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല, അത് വേറെ ആരോ ചെയ്തതാവും, നിങ്ങളതിൽ ഇടപെട്ടിട്ടില്ലേ എന്ന് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ലല്ലോ. ഞാൻ അതിൽ ഇടപെടാത്ത വിഷയത്തിൽ അഭിനന്ദനം ഏറ്റുവാങ്ങാം. ഇത് ഖുർആൻ സൂചിപ്പിച്ചൊരു കാര്യം കൂടിയാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയം, കുടുംബകാര്യങ്ങൾ വരുന്നിടത്താണ് ഇതിന് ഏറ്റവും വലിയ വിപത്ത്. എന്റെ അനുജന്റെ പെരപ്പണി നടക്കുക, ഞാൻ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുക, ഒരു വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ, അങ്ങനെ ഏച്ചൂട്ടി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഓന്റെ പെരൊന്ന് നന്നാക്കി കൊടുക്കണ്ടേന്ന് ഞാനും എന്റെ പെണ്ണുങ്ങളും കുട്ടികളും പറയണം. എന്താ പറയണത്? നാട്ടുകാരിങ്ങനെ ചോദിക്കുക, ഇജ്ജ് ഇത്ര പോന്നോനെ എങ്ങനെ, എന്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ അല്ലേ, ഓൻ അതൊന്നും ഉണ്ടായിക്കോ, നടക്കാൻ പറ്റാതെ ചോദ്യക്കാരെ കൊണ്ട്. അപ്പൊ ഞാൻ ഓന്റെ പെര നന്നാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. എന്റെ പൈസ കൊണ്ട് പോയി, ഓനൊരു പെര കിട്ടും, എന്റെ പൈസ പോകുന്നല്ലാതെ പടച്ചോന്റേക്ക് എനിക്കൊന്നും കിട്ടൂല. കാരണം എന്താ അറിയോ? ഞാൻ ഓന്റെ പെര നന്നാക്കി കൊടുക്കുന്ന നാട്ടുകാരെ പേടിച്ചിട്ടാ. നാട്ടുകാരിങ്ങനെ ചോദിക്കുക, ഓലില്ലേ ഏട്ടന് പൈസ ഉണ്ടല്ലോ, എന്താ അങ്ങോട്ടോ നോക്കത്തെ, ഇങ്ങോട്ട് എന്നെ കാണുമ്പോ പറയാണ്, ചെങ്ങായി എന്റെ അഞ്ചനാണല്ലോ നിരകിക്കണേ, അഞ്ചിങ്ങനെ വലിയ ബംഗ്ലാവിൽ പാർത്തിട്ട് എന്താ കാര്യം? അപ്പൊ ഞാൻ അതിനെ ഓട്ടടക്കാൻ, ഈ ആൾക്കാരെ തൊള്ളടക്കാൻ വേണ്ടി പെരണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അത് പറയണില്ല, ആരോടും അത് പറയണില്ല. റസൂലുള്ളാഹിനോട് ചോദ്യമുണ്ട് സഹാബികള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് അമൽ ചെയ്യുന്നത്,
അപ്പൊ കുടുംബ ബന്ധമുള്ള ഒരാൾക്ക് കുടുംബബന്ധം എന്നുള്ളതൊക്കെ ചെയ്തു കൊടുക്കണതോ? നല്ലൊരു ചോദ്യമാണ്. കുടുംബ ബന്ധമുണ്ട് എന്നുള്ള നിലക്ക് ചെയ്തു കൊടുക്കണതോ? അപ്പൊ നബി അതിന് പറയുന്ന മറുപടി എന്താ അറിയോ? അസ്വില അസ്വില അസ്വില. കുടുംബബന്ധല്ലേ, കുടുംബബന്ധല്ലേ, കുടുംബബന്ധല്ലേ. ഒന്നും റസൂലുള്ള വേറെ പറഞ്ഞില്ല. കുടുംബബന്ധം, കുടുംബബന്ധം, കുടുംബബന്ധം. എന്തേ നമുക്ക് ഇത് മനസ്സിലായത്? കുടുംബബന്ധം എന്നുള്ള പേരിൽ അല്ല നിങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ. കുടുംബബന്ധമാകുമ്പോ ഇരട്ടി കൂലി കിട്ടുന്നുള്ള നിലക്കാണ് നിങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ. കുടുംബല്ലേ, ആൾക്കാരെന്തേലും പറയില്ലേന്നാണ്. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു വിഷയമാണിത്, അറിയാതെ പറയണതാണ്. കല്യാണത്തിന് വിളിച്ചു, പോണ്ടേ, എന്തേലും കൊടുക്കണ്ടേ, കൊടുത്തിട്ടില്ലേ പിന്നെ അതാവും. ഏതാകും, എന്താകും? നമ്മളാലോചിച്ചു, കൊടുത്തിട്ടില്ലേ പിന്നെ അതാവും, എന്താകും? നമ്മൾക്കൊരു ആക്ഷേപമാണത്. കൊടുക്കാതെ നിന്ന ആൾക്കാരെന്തേലും പറയല്ലോ എന്നുള്ള. ഇങ്ങനെ എത്രയോ അമലാണ് നമ്മൾക്ക് ഈ പോണത്, എത്രയോ പുണ്യകർമ്മങ്ങളാണ് നമ്മൾ ചെയ്യണത്. ഈ ചെയ്യണ നമ്മൾ നാളെ നരകത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ ഇതിന്റെ കൂലി കിട്ടണ്ടേ? കൂലി കിട്ടാനുള്ള പണി നമ്മൾ നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുക. റസൂലുള്ള പറഞ്ഞ അവസാനത്തെ വിയർപ്പിന്റെ കണവും മരിക്കണ സമയത്ത് നമ്മളെ നെറ്റിത്തടത്തിൽ ഉണ്ടാകണം, പുണ്യം ചെയ്ത് ജീവിക്കുന്നതിനിടയിൽ. അതിനെപ്പറ്റി ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളെ അത് ബാധിക്കുന്നേയില്ല, നമ്മളെ അത് ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, റസൂലുള്ളാഹ്, നമ്മളിങ്ങനെ നല്ല ജീവിതം നയിക്കുമ്പോൾ ചില ആളുകൾ നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ചെവി കേട്ടാലോ? അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ ചെവിയിൽ അത് കേട്ടാലോ? അപ്പൊ നബി അദ്ദേഹത്തോട് പറഞ്ഞെന്താ അറിയോ? അത് നാളെ പരലോകത്ത് നിനക്ക് നന്മ ലഭിക്കുമെന്ന ഒരു സന്തോഷ വാർത്തയായിട്ട് നീ മനസ്സിൽ കരുതിയാ മതി എന്നാ ആളുകളോട് പറയല. മനസ്സിൽ കരുതിയാ മതി, നാളെ പരലോകത്ത് നിനക്കതിന്റെ നന്മ കിട്ടും എന്നൊരു സന്തോഷ വാർത്തയായി മനസ്സിൽ കരുതിയാ മതി. ആ നന്മയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയ മുഴുവൻ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിലൊക്കെ അതില് കണ്ടോ, ഇന്റത് 25,000 ആളുകൾ കണ്ടു, ഇന്റത് 50,000 ആളുകൾ കണ്ടു, ഇന്റത് 1 കോടി ആളുകൾ കണ്ടു. അങ്ങനെ ഞാൻ അങ്ങനെ ലോകത്തിൽ പ്രസിദ്ധനായി പ്രശസ്തനായി വരികയാണ്. എല്ലാ കാര്യവും ആളുകളുടെ മുമ്പിലേക്ക് തുറന്നിട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ അമല് നമ്മുടേതായി ചെയ്യുന്നൊരവസ്ഥ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നൊരവസ്ഥ, അത് നീങ്ങിപ്പോകുന്നില്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. ശരിക്കും നമ്മൾ അതുകൊണ്ടാണ് റസൂൽ അത് പറഞ്ഞത്, നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇതാണ്, ശിർക്കുൽ അസ്ഗർ, ഗോപ്യമായ ഏറ്റവും ചെറിയ ശിർക്ക്. അത് ശിർക്ക് എന്നതിന് പേര് വരാൻ ഭാഷയിൽ അത് പറയാൻ കാരണം അല്ല എല്ലാത്തോലെ അതിൽ വിചാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. വലിയ ശിർക്കാകാതെക്കാൻ കാരണം അതിൽ പ്രാർത്ഥന വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ആ സംഗതി വേറുള്ളവരടുത്തുനിന്ന് ഒരു നല്ല അഭിപ്രായം കിട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിമർശിക്കുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ട്, അവിടെയാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പൊതിയടക്കം, നമ്മൾ അയൽവാസിക്ക് കൊടുക്കുന്ന ഒരു വിഭവമടക്കം, നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഒരു സഹായമടക്കം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളടക്കം, അതിലൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട കാര്യം അള്ളാഹുവിന് വേണ്ടി ഓരോ മനുഷ്യനും അവൻ വിചാരിച്ചതാണുള്ളത്. അപ്പൊ ഒരാള് വന്ന് നമ്മളിങ്ങനെ ഒന്നായിട്ട് കയറ്റിയിട്ട് ഭരണീന് അയാളെ വിചാരിച്ചും ആ കേറിണീനനുസരിച്ചും ഒരു പുണ്യം നമ്മൾ ചെയ്യണ്ട. പക്ഷെ നമ്മൾ ആര് വന്നിട്ടില്ലെങ്കിലും ചെയ്യേണ്ടതാണ്, അള്ളാന്റെ അടുത്തുനിന്ന് കൂലി കിട്ടുന്നൊരു കാര്യമാണ് എന്ന് വിചാരിച്ച് ഒരാളൊരു കാര്യം ചെയ്യുമ്പോ അതിനാര് കളിയാക്കിയാലും അയാൾ അത് ചെയ്തിരിക്കും. കാരണം അത് അയാൾ കരുതിയൊരു സംഗതിയാണ്, പടച്ചോന് വേണ്ടി അയാൾ കരുതിയ സംഗതിയാണ്. ഒരു വിമർശനം കൊണ്ട് അയാൾ നിർത്തൂല. അയാളെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് അയാൾ വേറൊന്നും അതേമാതിരി അത് തിരക്കറില്ലല്ലോ എന്ന് എല്ലാവരും പറയണ്ടല്ലോ, അതിനൊന്നും അയാൾ നിൽക്കൂല. അയാളെ മനസ്സുകൊണ്ടാണ് അയാൾ അമൽ ചെയ്യുന്നത്. അതാണ് നമ്മൾ ശരിക്കും നമ്മളെ സ്ഫുടം ചെയ്തെടുക്കണം എന്ന് പറയണത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ആവർത്തിച്ചു പറയാം, നമ്മൾ വ്യഭിചരിക്കണില്ല സഹോദരങ്ങളെ, കള്ളു കുടിക്കണില്ല, നമ്മൾ ആരും പറ്റിച്ച് ജീവിക്കണോലല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത്ര പുണ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പുണ്യകർമ്മങ്ങള് പരലോകത്ത് വരുമ്പം അതൊരു
ഓട്ടപാത്രമായി കീറച്ചാക്കായി മാറിയാലുള്ളൊരവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ മനസ്സിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നോക്കുന്നു എന്ന് റസൂലുള്ള പറഞ്ഞത്. ഖുർആൻ പറഞ്ഞ ഒരായത്തിൽ 3 വട്ടം ആവർത്തിച്ച ഒരൊറ്റ വാക്ക്, ഒരേ ആശയം പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് നിങ്ങൾക്കൊക്കെ അറിയാം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. ഈ 3ന്റെ ആശയം ഒന്നാ. എങ്ങനെയാണ് അള്ളാഹനെ ആരാധിക്കേണ്ടതെന്നാ? മുഖ്ലിസീങ്ങളായിട്ട്, നിഷ്കളങ്കമായിട്ട്, ഒരു കളങ്കില്ലാതെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. ലഹുദ്ദീൻ, അവന് വേണ്ടി മാത്രം ചെയ്യാം. പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന ആശയോടുകൂടെ തന്നെ ചെയ്യാം. ഹനീഫൻ, നേർക്ക് നേരെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. ഇത് 3 ഒന്നാ. ഒരൊറ്റ ആയത്തിൽ ഒരു സ്ഥലത്ത് അള്ളാഹനെ എങ്ങനെ ആരാധിച്ച് ജീവിക്കണം എന്നാ പറയണത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. എന്നിട്ട് വയുഖീമുന സ്വലാത്ത വയുത്തൂന സക്കാത്ത വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് നേരായ മതം എന്നാണ്. അപ്പൊ ഇത് പുതിയ ഒരു കേൾവിയൊന്നുമല്ല നിങ്ങൾ ആരും കേൾക്കണേ. നമ്മളിതെന്നും പല രൂപത്തിൽ കേൾക്കുന്നവരാ. അപ്പൊ നമ്മളെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് സ്വയം തിരിഞ്ഞു നോക്കി നമ്മുടെ മനസ്സിന്റെ ഉള്ളടക്കം അള്ളാഹു അറിയുന്നു എന്നുള്ള ബോധത്തോടുകൂടെ നമ്മൾ നാളെ പരലോകത്ത് പുറത്തു കൊണ്ടുവരുന്ന മാഫി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് പുറത്തു കൊണ്ടുവരപ്പെടുന്ന ആ ദിവസം, നേരത്തെ പറഞ്ഞ ആ ആലിമും ധനികനും യോദ്ധാവും അവര് നല്ല കർമ്മം ചെയ്തിട്ട് അവിടുന്ന് പോയത്, പക്ഷെ അവരുടെ മനസ്ഥിതി മോശമായിരുന്നു. അവര് നരകത്തിലേക്ക് പോകാൻ ആ കർമ്മമല്ല കാരണം, അവരുടെ ഉദ്ദേശമാണ്. അതുകൊണ്ട് നമ്മളത് എപ്പോഴും ആലോചിച്ചുകൊണ്ടേ നിൽക്കണം. അതിൽ നിന്ന് മാറിപ്പോകരുത്. ഒരു വാശിക്ക് വേണ്ടി എന്നാ ഞാൻ കാണിച്ചേരടാന്ന് പറഞ്ഞില്ലേ, ആ ഏർപ്പാടില്ല. എന്നാ ഞാൻ കാണിച്ചേര, ആ കാണിച്ചേരില്ല. എന്നാ ഇന്ത്യക്കെന്ന് വാങ്ങണ എനിക്കൊന്ന് കാണണല്ലോ, ആർക്ക് പോയി? ഇതൊക്കെ വരുന്ന സംഗതികൾ ഇതാണ്. അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ ആവുമ്പോ ഈ തരം ഡയലോഗും ഈ തരം മനസ്ഥിതിയൊക്കെ വളർന്നു വരും. അതിലൊന്നും നമ്മുടെ മനസ്സ് കുടുങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കഠിനമായ നരകശിക്ഷയിൽ നിന്നും അവൻ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു തആല ദീനീ ബോധം പ്രദാനം ചെയ്യുമാറാവട്ടെ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ച് മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകുന്ന ആളുകളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على رسوله الأمين وآله وصحبه أجمعين.